Let us pray. Lord, I thank you once again for giving us the privilege to meet in your name. Lord, I pray that as we read from your word, I pray that your spirit quickens our hearts and enables our entire being to listen to your word. I pray, as I always pray, that it's not eloquence, but the power of the cross of Jesus Christ works in our hearts and enables us and transforms us. വാക്ചാതുര്യം കൊണ്ടല്ല അങ്ങ് കുരിശിൽ അങ്ങ് പ്രദർശിപ്പിച്ച അങ്ങയുടെ വലിയ മഹത്വം ശക്തി ഇന്ന് വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശു കർത്താവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. Last week I had the privilege of going to a place in Tamil Nadu. കഴിഞ്ഞ ആഴ്ച ഞാൻ തമിഴ്നാട്ടിലെ സ്ഥലത്ത് പോയിരിക്കുകയായിരുന്നു. I had the privilege of accompanying Jeffy sir, most of you may know. He went to Tamil Nadu to encourage about 15 pastors working in that area. കഴിഞ്ഞ ആഴ്ച ജെഫി സാറിന്റെ കൂടെ തമിഴ്നാട്ടിലെ ഒരു സ്ഥലത്ത് 15 പാസ്റ്റർമാർക്ക് വേണ്ടി ക്ലാസ് എടുക്കാൻ പോയിരിക്കുകയായിരുന്നു. Jeffy sir was the one taking class. I was just there to learn from him. ജെഫി സാറാണ് ക്ലാസ് എല്ലാം എടുത്തത്. ഞാൻ ജെഫി സാറിന്റെ കൂടെ ഉണ്ടായിരുന്നു. And each of those pastors, they pastor over churches which are maybe 10 or 15 large. അപ്പോൾ അവിടെ ഇരുന്ന ഓരോ പാസ്റ്റർമാർക്കും 10-15 അംഗങ്ങളുള്ള സഭകളാണ് ഉണ്ടായിരുന്നത്. Compared to them, we're a very big church. അവരെ അപേക്ഷിച്ച് നോക്കിയാൽ നമ്മൾ വലിയൊരു പള്ളിയാണ്. So Jefferson was encouraging them, and I learned a lot from them. അവൻ ജെഫി സാർ അവരെ പ്രോത്സാഹിപ്പിക്കുമായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ എനിക്ക് അവിടെ നിന്ന് പഠിക്കാൻ സാധിച്ചു. One of the big things is when we were going from here, the first thing that you are told is these are churches under persecution. ഇവിടുന്ന് പുറപ്പെടുമ്പോൾ എനിക്ക് കിട്ടിയ അറിവ് ഇങ്ങനെയായിരുന്നു. ഈ സഭകള് വളരെയധികം നമ്മുടെ ഇപ്പോഴത്തെ മതപീഡനത്തിന് ഇരയായ സഭകളാണെന്നാണ് ഞാൻ അറിഞ്ഞിരുന്നത്. In fact, outside the village that we went to, there is a board written in Tamil. ഞാൻ ചെന്ന ഗ്രാമത്തിന്റെ പുറത്ത് ഒരു നോട്ടീസ് ബോർഡ് എഴുതിയിട്ടുണ്ടായിരുന്നു. It's in big letters. വലിയ അക്ഷരങ്ങൾ ഇങ്ങനെ എഴുതിയിരുന്നു. This is a Hindu village. ഇതൊരു ഹിന്ദു ഗ്രാമമാണെന്ന് എഴുതിയിരുന്നു. No Christians are allowed. ഇതിനകത്ത് ഒരു ക്രിസ്ത്യാനിക്കും പ്രവേശനമില്ല. It was in a church in that village that we were in. അങ്ങനെ എഴുതിയിരുന്ന ഗ്രാമത്തിനകത്തുള്ള ഒരു പള്ളിയിലാണ് ഞങ്ങൾ പോയിരുന്നത്. And that's the impression that you get as you go to this place. അപ്പോൾ നമ്മൾ ഈ ഗ്രാമത്തിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നും, ഈ അവിടെ മതപീഡനം നടക്കുന്ന ഒരു ഗ്രാമമാണെന്ന് നമുക്ക് തോന്നും. And you think, oh, these pastors and these churches. പീഡനം സഹിച്ചുകൊണ്ടാണ് ഈ പള്ളികൾ മുമ്പോട്ട് കൊണ്ടുപോകണമെന്ന് നമുക്ക് തോന്നും. But when I got there, പക്ഷെ ഞാൻ അവിടെ എത്തിയപ്പോൾ I saw the happiest people in the world. അപ്പോൾ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ലോകത്തെ ഏറ്റവും സന്തോഷമുള്ള കുറെ ആൾക്കാരെ ഞാൻ കണ്ടു. They are laughing with each other. എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ്, എല്ലാവരും ചിരിക്കുന്നുണ്ടായിരുന്നു. They are giving food to each other. അങ്ങോട്ടും ഇങ്ങോട്ടും ഭക്ഷണം പങ്കുവയ്ക്കുന്നുണ്ടായിരുന്നു. They are going through persecution. അവർക്ക് മതപീഡനം നടക്കുന്നുണ്ട് അവിടെ. But you would never know it. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്കത് തോന്നത്തില്ല. You would never guess that these people are going through difficulty. ഇപ്പൊ നമ്മൾ അവിടെ ചെന്ന് ഇവരെ കണ്ടു കഴിഞ്ഞാൽ ഇവർ ഇത്ര പീഡനത്തിലൂടെ കടന്നു പോകുന്ന ആൾക്കാരാണെന്ന് നമുക്ക് മനസ്സിലാവത്തില്ല. The biggest thing that I noticed was, you know what they were most happy about when I went there? അവിടെ ചെന്നപ്പോൾ അവർ എന്തുകൊണ്ടാണ് ഇത്ര സന്തോഷത്തിലായിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് അറിയാമോ? They said because it's raining in Kerala, we have a lot of water. അവര് പറഞ്ഞു കേരളത്തിലെ ഒരുപാട് മഴ കൂടുതലായതുകൊണ്ട് ഞങ്ങൾക്ക് ആവശ്യത്തിന് വെള്ളമുണ്ട്. So we have more than enough water. ഇപ്പൊ ഞങ്ങൾക്ക് ആവശ്യത്തിന് കൂടുതൽ വെള്ളമുണ്ട്. Because usually I've been there before, they usually don't have water.
ഞാൻ അതിലും കൂടെ പോയിട്ടുണ്ട്, പക്ഷെ അവർക്ക് വെള്ളമില്ലാത്ത ഗ്രാമമാണ്. Because last time I went there, if you want to wash your hands, there's a small bucket for about 25 people, and you have to be very careful to use the water because there should be enough for everyone. അവിടെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അവിടെ ചെന്നപ്പോൾ അവിടെ വെള്ളം കുറവായിരുന്നു. അവിടെ ഒരു ബക്കറ്റ് വെള്ളം വെച്ചിട്ടുണ്ട്. 25 ആൾക്കാർ കൈ കഴുകാനുള്ള വെള്ളമാണ്. അപ്പൊ നമ്മൾ ഒരാൾ എടുക്കുമ്പോൾ സൂക്ഷിച്ച് ഉപയോഗിച്ചില്ലെങ്കിൽ പുറകെ നിൽക്കുന്ന ആൾക്കാർക്ക് കൈ കഴുകാൻ വെള്ളം കിട്ടത്തില്ല. For me it's very difficult because I just have a tap and I take my time to wash my hands. അപ്പൊ ഞാൻ വളർന്ന സാഹചര്യത്തിലാണെങ്കിൽ ഞാൻ പൈപ്പ് തുറന്നിടും, എന്റെ കൈ സമയം എടുത്ത് ഞാൻ കഴുകും. But for them they take one small cup and they slowly pour it over their hands, and somehow they make use of that water. അപ്പൊ അവര് വെറും ഒരു കപ്പ് വെള്ളം ബക്കറ്റിൽ നിന്ന് മുക്കിയെടുത്തിട്ട് വളരെ പതുക്കെ അവരുടെ കൈ ആ ഒരു കപ്പ് വെള്ളം കൊണ്ട് കഴുകി തീർക്കും. And that's the sort of people they are. അവരങ്ങനത്തെ ആൾക്കാരാണ്. But you would never know that they're going through such difficulty. പക്ഷെ അവരെ കണ്ടു കഴിഞ്ഞാൽ ഇത്രയും പ്രശ്നങ്ങളുള്ള വ്യക്തികളാണെന്ന് നമുക്ക് തോന്നത്തില്ല. You know what they're talking about? എന്താണ് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? Pastor, how do we talk about Jesus more? അപ്പൊ അവർക്ക് അറിയേണ്ട ഇതാണ്, ഞങ്ങൾ എങ്ങനെയാണ് യേശുവിനെ കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നത്? How do we build our churches? നമ്മൾ എങ്ങനെയാണ് നമ്മുടെ സഭയെ വളർത്തുന്നത്? How do we raise our children? നമ്മുടെ മക്കളെ എങ്ങനെ വളർത്തും? How do we teach them how to live in this world? മക്കളെ എങ്ങനെയാണ് ഈ ലോകത്ത് ജീവിക്കാൻ പഠിപ്പിക്കുന്നത്? The question of persecution is not even on their minds. മതപീഡനത്തെ കുറിച്ച് അവർ ചിന്തിക്കുന്നത് പോലുമില്ല. Actually, Jeffy sir had to ask them, are you going through any difficulty for them to even, they say, oh yeah, it's happening here. That doesn't matter to them. അപ്പൊ ജെഫി സാർ അവർ ഇങ്ങോട്ടൊന്നും പറയാത്തതാണ്. അങ്ങോട്ട് ചോദിച്ച് മതപീഡനങ്ങൾ ഇപ്പോഴും ഉണ്ടോ? അപ്പൊ അവര് പറഞ്ഞ അതുകൊണ്ട് അത് സാരമില്ല. It doesn't matter for them. അവർക്കതൊരു പ്രശ്നമേ അല്ലായിരുന്നു. And I was so inspired by that. അപ്പൊ എനിക്ക് അത് കേട്ട് വലിയ പ്രോത്സാഹനമായിട്ട് തോന്നി. It's not that they have doctorates in theology. അവർക്ക് മത പഠനത്തെ കുറിച്ച് ഒരുപാട് വിദ്യാഭ്യാസമുള്ള പാസ്റ്റർമാരല്ല. It's not about that, but they are zealous for the Lord. അതിനെ കുറിച്ചുള്ള പാണ്ഡിത്യം ഉള്ളത് കൊണ്ടല്ല, പക്ഷെ അത് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള തീഷ്ണതയുള്ള വ്യക്തികളായിരുന്നു. And they're mature in the Lord. അവർ ദൈവത്തിന്റെ അവർക്ക് എന്താ പറയുന്നത് പക്വതയുള്ളവരായിരുന്നു. And I was just thinking on the way back. തിരിച്ചു വന്നപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു, how can we take our church forward? നമ്മുടെ സഭ, നമ്മുടെ ഇവിടെ കൂടുന്ന ഈ ആൾക്കാർ നമുക്ക് എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് ഞാൻ ആലോചിച്ചു. And it was around that time that I was thinking about this particular scripture. അങ്ങനെ അതിനെക്കുറിച്ച് ധ്യാനിച്ചിരുന്നപ്പോഴാണ് എനിക്ക് ഈ അധ്യായം മനസ്സിൽ വന്നത്. Let us turn to the book of Hebrews, chapter 5, verse 11 onwards. ഹെബ്രായരുടെ പുസ്തകം 5-ാം അധ്യായം 11-ാം വാക്യം. ഹെബ്രായർ 5:11. Let us read from chapter 5, verse 11, all the way to chapter 6, verse 3. From Hebrews chapter 5, verse 11, from that verse to chapter 6, verse 3. എഴുതിയ വ്യക്തി ഒരുപാട് കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. But the basic point is this: there is a play in our walk with Jesus. There is no one stage. There is a growth. അപ്പൊ നമ്മൾ യേശുവിനോട് തുടർന്ന് നമ്മുടെ നടത്തിപ്പില് നമുക്ക് ഒരു സമയം എത്തുമ്പോൾ നമുക്ക് വളർച്ച ആവശ്യമുണ്ട്. In the Christian walk, there is no static place. There is no place of just coming to church or just hearing the words that you like or reading the scripture that you like and thinking that you're okay. In the Christian walk, you need to consistently grow and grow.
ക്രിസ്തീയ ജീവിതം എന്ന് വെച്ചാൽ നമ്മൾ ഒരു പ്രാവശ്യം കേട്ട വചനത്തെ സംതൃപ്തരായി അങ്ങനെ തന്നെ ഇരിക്കുക എന്നുള്ളതല്ല. അല്ലെങ്കിൽ നമ്മൾ എല്ലാ ദിവസവും വചനം വായിക്കുന്നു, എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നു, ആഴ്ചയോളം പള്ളിയിൽ വരുന്നു. അത് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യുന്നതല്ല ക്രിസ്ത്യാനി എന്ന് പറയുന്നത്. നമ്മൾ എപ്പോഴും മുന്നോട്ട് പോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കണം. We have to grow just as we ourselves grew from infants to toddlers to teenagers to adults. There is also a growth in the Christian life. മനുഷ്യര് കുഞ്ഞായിട്ട് ജനിക്കുന്നു, അവര് കൊച്ചു പ്രായത്തിന് കൈക്കുഞ്ഞുങ്ങളായിരിക്കും, പിന്നെ നടക്കും, പിന്നെ വളരും, കൗമാരപ്രായത്തും യുവത്വപ്രായത്തും, പിന്നെ നമ്മൾ പ്രായപൂർത്തിയാവും. അതുപോലെ തന്നെ ക്രിസ്ത്യ ജീവിതത്തിലും അങ്ങനെ വളർച്ചകളുടെ പല ഘട്ടങ്ങളുണ്ട്. And I was thinking, at what stage are we in? അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിക്കായിരുന്നു, നമ്മുടെ ഈ സഭ ഏത് പ്രായത്തിലാണ് ഇപ്പോൾ? And I was thinking about the sort of mess, and the Lord has been guiding us, definitely. I want to say that. ദൈവം നമ്മളെ നയിക്കുന്നുണ്ടെന്ന് വ്യക്തമായിട്ട് എനിക്ക് ഉറപ്പുണ്ട്. But yet we have to check ourselves, as Paul has said. We have to constantly check where we are. ലേഖകൻ എഴുതിയതുപോലെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പരിശോധിക്കണം നമ്മളിപ്പോൾ ഏത് പ്രായത്തിലാണ്. And when I look at the sort of messages that we have been giving over the past year, what have we been talking about? അപ്പൊ നമ്മളിങ്ങനെ ആലോചിക്കും, നമ്മൾ കഴിഞ്ഞ ഒരു വർഷമായിട്ട് നമ്മൾ എല്ലാ ആഴ്ചയും വചനം കേൾക്കുന്നുണ്ട്. നമ്മൾ വചനം കേട്ട് നമ്മൾ എവിടം വരെ എത്തി? No, what are we speaking about? നമ്മൾ എന്താണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? If you can say, if someone asks you, what is what is being taught in your church over the past year, how would you respond in 2 sentences? ഉദാഹരണത്തിന് ഒരു വ്യക്തി നിങ്ങളോട് ചോദിക്കുകയാണ്, കഴിഞ്ഞ ഒരു വർഷം നിങ്ങളുടെ പള്ളിയിൽ എന്താണ് പഠിപ്പിച്ചതെന്ന് ചോദിക്കുകയാണെങ്കിൽ 2 വാക്യങ്ങളിൽ ഉത്തരം പറയണമെങ്കിൽ നിങ്ങൾ എന്ത് പറയും? Can someone answer? ആർക്കെങ്കിലും എന്തെങ്കിലും പറയാൻ സാധിക്കൂ? Some of us here have been coming regularly. നമ്മൾ കുറെ പേരൊക്കെ മുടങ്ങാതെ വന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഇവിടെ എന്താണ് പഠിപ്പിച്ചത്? Go on. Anyone can respond. Anyone. You can say. I know that I'm the person who usually speaks. You don't have to worry about that. Just say. What have you been? ജോൺ തന്നെയാണ് മിക്ക ആഴ്ചകളിലും വചനം പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് പറയാം, സ്വാതന്ത്ര്യമായിട്ട് പറയാം, എന്താണ് കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഇവിടെ വചനം പറഞ്ഞുകൊണ്ടിരുന്നത്. See, you don't have to worry. This is what I said last week. You don't have to worry about offering your opinion in church. This is the church that you're a part of. This is your church. That's why I took you to, if you remember, Acts 17 last week, where the people, after hearing Paul, went back to the scripture and checked if what was said was right. And Paul didn't have any inferiority complex there. He actually praised them for that. നമ്മൾ കഴിഞ്ഞ ആഴ്ച അപ്പോസ്തല പ്രവർത്തനം 17-ാം അധ്യായത്തിൽ വായിച്ചപ്പോൾ പൗലോസ് പറഞ്ഞ വചനങ്ങൾ അല്ലെങ്കിൽ നിയമത്തിൽ നിന്ന് പഠിപ്പിച്ച കാര്യങ്ങൾ കേട്ടുകൊണ്ടിരുന്നവർ തിരിച്ച് ഭവനങ്ങളിൽ പോയി അത് വിശകലനം ചെയ്ത് തിരിച്ചു വന്ന് പൗലോസിനോട് ചോദ്യങ്ങൾ ചോദിച്ചതായിട്ട് പറയുന്നു. പൗലോസിന് അങ്ങനെ ആരെങ്കിലും ചോദ്യങ്ങൾ ചോദിച്ചതുകൊണ്ട് നാണക്കേടൊന്നുമില്ല. അതുകൊണ്ട് നമുക്കും നാണക്കേട് വേണ്ട. ആർക്ക് ചോദ്യങ്ങളുണ്ടെങ്കിൽ ഇങ്ങോട്ട് ചോദിക്കാം. And so I'm asking you again, if you could tell someone, what have I got from hearing these messages over the past year, what would you say? അപ്പൊ നമ്മൾ ഈ അടിസ്ഥാനത്തിൽ പൗലോസിനോട് ചോദ്യങ്ങൾ ചോദിക്കാമെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെയും ചോദ്യങ്ങൾ ചോദിക്കാം. അപ്പൊ കഴിഞ്ഞ ഒരു വർഷമായിട്ട് നമ്മൾ എന്താണ് ഇവിടെ നിന്ന് നമുക്ക് കിട്ടിയത്? വചനം കൂടുതൽ വായിക്കണം. Okay, to read more of the word of God, okay? പിന്നെ Okay, since now നമ്മള് ദൈവത്തിന്റെ കൃപയിലാണ് നമ്മളെല്ലാവരും നിൽക്കുന്നത്. നമ്മൾ കുറച്ചാൾ പഠിച്ചായിരുന്നു. പിന്നെ ദൈവകൽപ്പനകൾ അനുസരിക്കുന്നതിനെ കുറിച്ച് നമ്മൾ പഠിച്ചായിരുന്നു. Okay, that's a good place to start. I mean,
that was something that I was consciously doing. I was trying to imprint on you, impress upon you that God loves you, loves us all. അപ്പോൾ അത് തന്നെയാണ് ഞാൻ നിങ്ങളുടെ പറയാൻ ശ്രമിച്ചത്. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു, എത്രമാത്രം സ്നേഹിക്കുന്നു നിങ്ങളെ അത് പൂർണ്ണ ബോധ്യവാന്മാക്കാൻ ശ്രമിക്കുകയായിരുന്നു. And I was trying to impress upon you that our salvation, our relationship with God is not based on something that we do, but is based only on grace. ഞാൻ നിങ്ങളോട് പല പ്രാവശ്യം പറയാൻ ശ്രമിച്ചു, നമ്മളെ ഓരോരുത്തരും ഇവിടെ ഇരിക്കുന്നത് നമ്മൾ എന്തെങ്കിലും ചെയ്ത പ്രവൃത്തികളുടെ ഫലമായിട്ടല്ല, ദൈവം നമുക്ക് ധാരാളമായിട്ട് ദൈവം നമ്മുടെ കൃപയിൽ നമുക്ക് തന്നിരിക്കുന്നതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. And then I moved on to since we are justified by grace and since we are now God's children, how are we supposed to behave? അപ്പോൾ നമ്മൾ ദൈവകൃപയിൽ ദൈവം നമ്മളെ വിളിച്ചു, നമ്മളിപ്പോൾ ദൈവത്തിന്റെ മക്കളാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കണം ദൈവത്തിന് മുമ്പിൽ നിൽക്കേണ്ടത്? But the writer of Hebrews here clearly says all of that is basic. അപ്പം ഹെബ്രായ ലേഖനം എഴുതിയ ലേഖകൻ ഇങ്ങനെയാണ് പറയുന്നത്, ഇതൊക്കെ പ്രഥമ പാഠങ്ങളാണ്. Because it says here, the foundational works are this: repentance from dead works and faith towards God. അപ്പം അടിസ്ഥാന കാര്യങ്ങൾ പറയുന്നത് വിശ്വാസവും repentance from dead works. 6:1. നിർജ്ജീവ പ്രവർത്തികളിൽ നിന്നുള്ള തിരിച്ചുവരവ്. Yeah. Okay. So, and it says about a lot of other basic teachings. അപ്പോൾ ഇതെല്ലാം നിർജ്ജീവ പ്രവർത്തികളിൽ നിന്നുള്ള തിരിച്ചുവരവും ദൈവത്തിലുള്ള വിശ്വാസവും ഇതൊക്കെ പ്രഥമ പാഠങ്ങളായിട്ടാണ് ലേഖകൻ പറയുന്നത്. And so, for the past year, we have been focusing rightly on the grace of God and the love of God. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷം മുഴുവൻ നമ്മൾ പഠിച്ചത് ദൈവത്തിന്റെ കൃപയും വിശ്വാസത്തിലുള്ള കാര്യങ്ങളും ദൈവത്തിന്റെ സ്നേഹത്തെ കുറിച്ചുമാണ്. And we will keep on reminding ourselves of that fact. അപ്പോൾ നമ്മൾ ഈ രണ്ട് വിഷയങ്ങൾ തന്നെയാണ് ഈ വർഷം മൊത്തം നമ്മൾ എടുത്തത്. And we will remind ourselves of that again and again. അപ്പോൾ നമ്മൾ വീണ്ടും നമ്മൾ ഓർമ്മിപ്പിക്കണം ദൈവത്തിന്റെ കൃപയും ദൈവത്തിന്റെ സ്നേഹത്തെ കുറിച്ച്. Yes, but we have to move forward. പക്ഷേ നമ്മൾ മുന്നോട്ട് പോകണമെന്നാണ് ലേഖകൻ ആഗ്രഹിക്കുന്നത്. And not just here, throughout the Gospels. സുവിശേഷത്തിൽ എവിടെ നോക്കിയാലും നമ്മൾ മുന്നോട്ട് പോകണം തന്നെയാണ് എല്ലാ ലേഖകന്മാരും നമ്മളോട് ആഹ്വാനം ചെയ്യുന്നത്. Because when we talk about this, we forget that we are called for a purpose. We are called for a purpose. നമ്മൾ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. We are justified because we are called for a purpose. നമ്മൾ എന്തുകൊണ്ടാണ് നീതീകരിക്കപ്പെടുന്നത്? ദൈവം നമ്മളെ മുൻകൂട്ടി കണ്ട ഒരു കാര്യം ചെയ്യാൻ വേണ്ടി നമ്മളെ വിളിച്ചത് കൊണ്ട് നമ്മൾ അതുവഴി ദൈവത്തിന് നമ്മൾ നീതീകരിക്കപ്പെട്ടിരിക്കുന്നു. God loves us because He wants to achieve something through us. ദൈവം നമ്മളെ സ്നേഹിക്കുന്നു. ദൈവം നമ്മളിൽ നിന്ന് ഒരു കാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. And when I was looking through these basic teachings, I was thinking there are many of these basic teachings that we haven't taught yet. ഞാൻ ഈ പ്രഥമ പാഠങ്ങൾ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലായി, ഞാൻ ഇനിയും പ്രഥമ പാഠങ്ങൾ പഠിപ്പിച്ച് കഴിഞ്ഞിട്ടില്ല. Not just me, as a church. നമ്മുടെ ഈ സഭയിൽ നമ്മൾ പ്രഥമ പാഠങ്ങൾ പഠിപ്പിച്ചു തീർന്നിട്ടില്ല. I was thinking about instruction about baptism. ജ്ഞാനസ്നാനത്തെ കുറിച്ചുള്ള പ്രബോധനം, about the laying on of hands. കൈവെപ്പിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. What he's talking about there is the works of the Spirit, the power of the Spirit. കൈവെപ്പ് നമ്മൾ ഉദ്ദേശിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ നമ്മൾ ഒരുപാട് ധ്യാനിച്ചിട്ടില്ല. The resurrection of the dead. മരിച്ചവരുടെ ഉയർപ്പിനെ കുറിച്ചും നമ്മൾ ഒരുപാട് ധ്യാനിച്ചിട്ടില്ല. And eternal judgment. നിത്യ ന്യായവിധിയെ കുറിച്ചും നമ്മൾ സംസാരിച്ചിട്ടില്ല. These are the foundations upon which we must ഇത് പ്രഥമ പാഠങ്ങളിൽ വരുന്ന വിഷയങ്ങളാണ്, നമ്മളിത് സംസാരിച്ചിട്ടില്ല ഇതുവരെ. And so I was hoping that over the coming months we would focus on these more and more. അപ്പോൾ ഇനി വരുന്ന വർഷം നമ്മൾ ചിന്തിക്കാത്ത ബാക്കി വിഷയങ്ങളെ കുറിച്ചായിരിക്കും നമ്മൾ പഠിക്കാൻ പോകുന്നത്. But we won't stay there, we have to move forward. പക്ഷെ നമ്മൾ പിന്നെ അവിടെ നിൽക്കല്ല. പ്രഥമ പാഠങ്ങളാണ്, നമ്മൾ ക്രിസ്തീയ ജീവിതത്തിൽ മുന്നോട്ട് പോകണം, മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണം. And so today I'm not giving a message, I'm just here to encourage all of us. ഞാൻ ഇന്ന് ഒരു പ്രസംഗം നടത്താൻ വേണ്ടി വന്നതല്ല, ഞാൻ ഈ കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് വന്നത്. Because all of this, I don't think that we've talked at all about the resurrection of the dead and eternal judgment.
നമ്മുടെ പുനരുദ്ധാനത്തെ കുറിച്ചും ന്യായവിധിയെ കുറിച്ചും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചിട്ടില്ല. And so we will do all of that. നമ്മൾ ആ കാര്യങ്ങളെ കുറിച്ച് ഇനി വരുന്ന ആഴ്ചകൾ നമ്മൾ സംസാരിക്കും. Okay. And so I will hand it over to someone else. That's something that I